അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാവരും പരിശുദ്ധമായ നോമ്പിൻ്റെ 9ാമത്തെ ദിനത്തിലാണ് നിലകൊള്ളുന്നത്. അതിലുപരി പരിശുദ്ധമായ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ചയുടെ സുദിനത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ എന്നും ഞാൻ ഉണർത്തുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ വെള്ളിയാഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഫസ്റ്റ് 4 വരുന്നത് സൂറത്തുൽ ഖൗഫ് സൂറത്തിൻ്റെ പാരായണമാണ്. അതെന്തായാലും നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും കൂടാതെ കൂടുതൽ അമലുകൾ കൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധമായ നമ്മുടെ സഹറിൻ്റെ സമയം, അത്തായ സമയത്ത് ഈ ഒരു കുഞ്ഞ് ആയത്ത് നമ്മൾ പാരായണം ചെയ്താൽ, ഈ കുഞ്ഞു ദിക്ർ നമ്മൾ ഓതിക്കൊടുത്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് 700 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. ഏതാണ് ആ ദിക്ർ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖാഹിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ഏതൊരു കാര്യവും അവൻ്റെ മേൽനോട്ടത്തിലാണ് സാധ്യമാവുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് എല്ലാവരും പരമാവധി നമ്മുടെ സഹറിൻ്റെ സമയത്ത്, അത്താഴ സമയത്ത് ഉരുവിടാൻ വേണ്ടി ശ്രമിക്കുക. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാ, ഒരു യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ തന്നെ 700 ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത്. അത് കണ്ടിന്യൂ ആയിട്ട് തുടരും. അത് റമളാൻ മാസത്തിലാവുമ്പോൾ അധികരിക്കുമെന്നതാണ് വസ്തുത. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ അമലുകളെല്ലാം ഉപകാരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.